നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ഡിസംബർ മാസം 18-ാം തീയതി നടത്തിയ അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക്, ജൂനിയർ അസിസ്റ്റന്റ് LD ക്ലർക്ക് പരീക്ഷയുടെ 10 IT ആൻഡ് സൈബർ ലോ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പരീക്ഷയ്ക്ക് 10 ചോദ്യങ്ങളാണ് IT ആൻഡ് സൈബർ ലോയിൽ നിന്നും ഉണ്ടായിരുന്നത്. നല്ല ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആൻസേഴ്സ് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, നെയിം ദ ആപ്ലിക്കേഷൻ ഓഫ് ICT for delivering government services to citizens in a convenient, efficient and transparent manner. The objective is to ensure that the services of the government reach the public promptly and effectively. ചോദ്യം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഗവൺമെന്റിന്റെ സർവീസസ് പൗരന്മാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എഫിഷ്യൻറ്റും ട്രാൻസ്പെറൻറ്റ് മാനറിലും ഗവൺമെന്റിന്റെ സർവീസസ് സിറ്റിസൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ICT എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക വിദ്യയുടെ ആപ്ലിക്കേഷന്റെ പേര് എന്താണ്? ഏതാണ്? ഓപ്ഷൻ എ, ഗവേണൻസ്. ഗവേണൻസ്. അടുത്ത ചോദ്യം, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ GSM is a globally accepted standard for digital cellular communication that is created first time in which generations of mobile communication. അപ്പോൾ GSM എന്ന് പറയുന്നത് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തത് ഏത് ജനറേഷനിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, സെക്കൻഡ് ജനറേഷൻ നെറ്റ്വർക്കിലാണ് GSM ക്രിയേറ്റ് ചെയ്തത്. GSMത്തിന്റെ ഫുൾ ഫോം എന്താ? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽസ്. അടുത്ത ചോദ്യം, ഫുൾ ഫോം ഓഫ് സിം. സിമ്മിന്റെ ഫുൾ ഫോം എന്താണ്? സിമ്മിന്റെ ഫുൾ ഫോം ബോത്ത് 3 and 4 ആർ കറക്റ്റ്. സബ്സ്ക്രൈബർ ഐഡന്റിഫിക്കേഷൻ മൊഡ്യൂൾ എന്നും പറയും, സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നും പറയും. അപ്പൊ സിമ്മിന്റെ ഫുൾ ഫോം എന്താ? സബ്സ്ക്രൈബർ ഐഡന്റിഫിക്കേഷൻ മൊഡ്യൂൾ, സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. ഓക്കെ. അടുത്ത ചോദ്യം, real-time exchange of text messages between 2 or more persons over internet is termed as. Real-time exchange of text messages between 2 or more persons over internet is termed as online chat. Online chat ആണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടൻ തന്നെ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. KAS എക്സാമിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ഡിസംബർ 15-ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ 3ാമത്തെ ബാച്ച് ഡിസംബർ 22-ന് സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. അപ്പോൾ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ എല്ലാ കോഴ്സുകളും കിട്ടുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ അൺഅക്കാഡമി തുടങ്ങിയ സമയം തൊട്ടുള്ള എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും എൻറോൾ ചെയ്യാനും പറ്റും. ഇപ്പോൾ ഒരു അടിപൊളി ഓഫറും കൂടെ ഉണ്ട്. അതായത് ഡിസംബർ 20 മുതൽ 24-ാം തീയതി വരെ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 18+3 മാസം എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് 3 മാസത്തെ എക്സ്ട്രാ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാനുള്ള കോഡ് മറക്കണ്ട, ടിപ്സ് ആൻഡ് ട്രിക്സ്. അതുപോലെ SCRTക്ക് വേണ്ടി മാത്രം കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HSAക്ക് വേണ്ടി കോഴ്സ് ഉണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, അതുപോലെ +2 മെയിൻസ്, BEVCO അസിസ്റ്റന്റ് മുതലായ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഇപ്പോൾ ബാച്ച് കോഴ്സസ് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ വാങ്ങാവുന്നതാണ്. ഓക്കെ. അടുത്ത ചോദ്യം, Information Technology Act 2000 is amended in which year? Amendment 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടില് അമെൻമെന്റ് വന്നത് ഏത് വർഷമാണ്? ഉത്തരം 2008. അപ്പോൾ IT ആക്ട് 2000 ഇമ്പോർട്ടൻ്റ് ആണ്, 2008 ഇമ്പോർട്ടൻ്റ് ആണ്, ഭേദഗതി ചെയ്ത വർഷം, നിലവിൽ വന്ന തീയതി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, സെക്ഷൻ 66E ഓഫ് IT ആക്ട് 2000 ആൻഡ് IT amendment comprises. അപ്പോൾ സെക്ഷൻ 66E എന്തിനെ പറ്റിയാണ് പറയുന്നത്? പണിഷ്മെന്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി. ഇത് തന്നെ നമ്മുടെ LDCക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പണിഷ്മെന്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി ആണ് 66E. അടുത്ത ചോദ്യം, ദ കമ്പൾസീവ് ഡിസയർ ഓർ എക്സസീവ് enthusiasm
to check or accumulate news and information, typically via mobile phone or computer. Constantly checking emails, social networking sites, online news, etc. are the symptoms of എന്തിൻ്റെ സിംറ്റം ആണ്? നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൽ ചെക്ക് ചെയ്യുക, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ചെക്ക് ചെയ്യുക, ഓൺലൈൻ ന്യൂസ് ചെക്ക് ചെയ്യുക. ഇതിന് എന്താ പറയുന്നത്? ഇൻഫോമാനിയ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിൽ പലരും ഇൻഫോമാനിയാക്കായിരിക്കും അല്ലേ? കാരണം നമ്മുടെ മെയിൽ ചെക്ക് ചെയ്യാറുണ്ട്, എപ്പോഴും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് നോക്കാറുണ്ട്. അപ്പം നമ്മളറിയാതെ നമ്മളൊരു ഇൻഫോമാനിയാക്കാണ്. അടുത്തത്, the small text files used by browsers to remember our mail ID, username, etc. are known as cookies. അപ്പോൾ കുക്കീസ്, നമ്മുടെ ഫോണിലെ കുക്കീസ് നമ്മൾ ക്ലിയർ ചെയ്യാറുണ്ട്. എന്താണ് കുക്കീസ് എന്ന് പറഞ്ഞാൽ? The small text files used by browsers to remember our email ID, username, etc. are known as cookies. അടുത്ത ചോദ്യം, an application software for accessing the World Wide Web. It is used to navigate through web pages in the World Wide Web. ഏതാണ് ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ പേര്? വെബ് ബ്രൗസർ. ഓക്കെ, അപ്പോൾ വെബ് ബ്രൗസറിന്റെ ഡെഫിനിഷൻ ആയി കൊടുത്തേക്കുന്നത്, വെബ് ബ്രൗസർ ഈസ് an application software for accessing www and it is also used to navigate through web pages in the World Wide Web. അടുത്ത ചോദ്യം, a challenge response test in the form of an image of distorted text the user must enter that to determine whether the user is human or an automated bot. അതായത് യൂസ് ചെയ്യുന്ന ആള് മനുഷ്യനാണോ റോബോട്ടാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇമേജ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോർട്ടഡ് ടെക്സ്റ്റിന്റെ രൂപത്തിലുള്ള ഇമേജിനെ പറയുന്ന പേരെന്താണ്? ക്യാപ്ച അല്ലേ? നമ്മൾ PSCയുടെ സൈറ്റിൽ കയറുമ്പോഴും ക്യാപ്ച കൊടുത്ത് വേണം എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ 10 ചോദ്യങ്ങൾ നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. നമുക്ക് പെട്ടെന്നൊന്ന് അതാണോ ഇതാണോ എന്നൊരു കൺഫ്യൂഷൻ അടുപ്പിക്കും. എന്നിരുന്നാലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റ്സുകളും അതുപോലെ നമ്മൾ 10th ലെവൽ പ്രിലിംസിൻ്റെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കുക, ക്ലാസ്സുകൾ ഓരോന്നായിട്ട് കാണുക, ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതിരിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. താങ്ക്